ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തുടക്കം തന്നെ പ്രകൃതി രമണീയത അങ്ങ് തുളുമ്പി നിൽക്കാന്ന്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മൂന്നാറാണെന്ന്, പക്ഷെ മൂന്നാറല്ല കേട്ടോ. റോഡിൻ്റെ ഇരു സൈഡിലും പുളിമരങ്ങൾ തണലൊരുക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ കാഴ്ച കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് പൊള്ളാച്ചി വഴി വാൽപ്പാറ പോകുന്ന റോഡാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂട്ടിയേക്കണേ. ബാക്കി വിശേഷങ്ങളൊക്കെ തുടർന്ന് കാണാം. ട്രിപ്പ് പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേക വൈബാണല്ലേ. അങ്ങനെ ഞങ്ങൾ പോയൊരു കുഞ്ഞ് ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ അതിരാവിലെ 7 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 9 മണിയോട് കൂടി നമ്മൾ ആളിയാർ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 2 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഞങ്ങൾ 8 ആളാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഞങ്ങളുടെ മക്കളും ഉണ്ട്. അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്തായിരുന്നു കേട്ടോ നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ നമ്മൾ മഴയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നേ. നമുക്കൊന്നും നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും വെയിലായിരുന്നു. പിന്നെ ഈ ആളിയാർ ഡാമിൻ്റെ മേലെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര രസമായിരുന്നു കാണാൻ. ആ കുന്നും പിന്നെ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അതുപോലെ വെയിലായിരുന്നു, നോക്കാൻ തന്നെ പറ്റുന്നില്ല. വെയിലാണെങ്കിൽ നമ്മൾ വിട്ടുകൊടുത്തില്ല, നമ്മളെടുത്തൊരു ഫോട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ കെട്ടിപ്പറക്കി വീണ്ടും നമ്മളിവിടുന്ന് പോവുകയാണ്. വാൽപ്പാറയ്ക്കാണ് പോകുന്നത്. 40 ഹെയർ പിന്നി ആണ് ഇവിടെ നിന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പാസ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഹെയർ പിന്നുകൾ കയറിത്തിറങ്ങുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത് ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന്. നേരത്തെ നമ്മൾ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ മേലോട്ട് ഇങ്ങനെ കയറി വരും തോറും ആ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും എല്ലാവരും ഈ ഒരു വഴി പൊള്ളാച്ചി വഴി വാൽപ്പാറ ഒന്ന് പോയി കാണണം കേട്ടോ. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം കുത്തി ഒലിച്ച് വരുന്നുണ്ട്. സാധാരണ ട്രിപ്പ് പോകുന്നവർ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ ആ ഒരു റൂട്ടാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ പൊള്ളാച്ചി വഴി ഒന്ന് വാൽപ്പാറ പോകണം കേട്ടോ. കാണേണ്ട കാഴ്ച തന്നെയാണ്. ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതെത്ര മാത്രം വീഡിയോയിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ അത് കാണേണ്ടത് തന്നെയാണെന്ന്. മഴക്കാല യാത്രകളിൽ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് വാൽപ്പാറ, മലക്കപ്പാറ. അപ്പോൾ ഇനി യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ ഈ റൂട്ട്. ഇപ്പോൾ പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. മഴ, ചെറിയ കോടമഞ്ഞ്, അങ്ങനെ പിന്നെ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മളിങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വരയാടിനൊക്കെ കാണാം കേട്ടോ. മിക്കപ്പോഴും അത് അവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടു. കുറേ നേരത്തെ കുത്തിയിരുന്ന് ആ കയറ്റത്തിൽ കയറി വന്ന് ക്ഷീണം മാറ്റാനായിട്ട് നമ്മൾ നല്ല പച്ച പിടിച്ച് നിൽക്കുന്ന തേയിലപ്പടങ്ങളുടെ ഇടയിൽ വന്ന് നിൽക്കുകയാണ്. വാട്ടർഫോൾ എസ്റ്റേറ്റിൻ്റെ അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇറങ്ങി നിന്നിട്ട് റോട്ടിൽ നിന്നിട്ട് ഇതിൻ്റെ ഭംഗി കാണാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കടന്നു നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് അവർ സമ്മതിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടിപ്പിച്ച് വിട്ടു. അവിടെ കരടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ സൈഡിലൊന്നും നിൽക്കാനായിട്ട് സമ്മതിക്കണേ ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ എവിടെ പോയാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ അധികം നേരം അവിടെ നിന്ന് നമ്മൾ സമയം കളഞ്ഞില്ല കേട്ടോ. നമുക്ക് ഇനിയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ കയറിയതാ വീണ്ടും അകലിരുന്ന് വണ്ടിയിലിരുന്നിട്ട് തേയിലപ്പാടങ്ങളുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചങ്ങ് പോവുകയാണ്. പിന്നെ ഇവിടേക്കൊക്കെ വരാമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ബൈക്കിലൊക്കെ വരണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ വണ്ടിയിലൊക്കെ വന്നിട്ട് ഒരു കാര്യമില്ലാന്നേ. ഇതിൻ്റെയൊക്കെ ഭംഗി ശരിക്കും അങ്ങ് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഷിച്ചിൽ തോന്നും കേട്ടോ. എന്തപ്പോൾ ഇതിൽ കാണാനുള്ളത്, മൊത്തം പച്ചയായിട്ട് കിടക്കുന്നുണ്ടല്ലോ, ഈ കാട് കാണാനാണോ പോയി എന്നൊക്കെ തോന്നും. പക്ഷെ കാട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ്.
അത് ഇതുപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇടയ്ക്ക് കയറി വരുന്ന ഈ കോടയും മഴയും, പിന്നെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന കുറേ മൃഗങ്ങളും, അതൊക്കെ കാണുമ്പോൾ ആ കാടിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്കും കോട കയറി വന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകൾ പോകണമെന്നേ. നമ്മുടെ ജീവിതത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും അതുപോലെയുള്ള ഒരുപാട് തിരക്കുകളിൽ നിന്നൊക്കെ വിട്ടുമാറി കുറച്ച് നേരം നമ്മുടെ ഫോണിനൊക്കെ ഒരു റെസ്റ്റ് കൊടുത്തുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥലത്തേക്ക് യാത്ര പോയാലുണ്ടല്ലോ, തിരിച്ചു വരുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ്, ആഹാ അടിപൊളി. ഇത്തവണ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ വലിയൊരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇവിടെ കൂടെയുള്ളവന്മാരുടെ കമൻ്റ് അടിയും, പിന്നെന്താ ഈ പിള്ളേരെ നോക്കണം, അങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ കാഴ്ചകൾ കാണണം, എല്ലാം കൂടിയായപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനുള്ള വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരുന്നല്ലോ ഞങ്ങൾ കണ്ട കാഴ്ചകൾ, അതിനു വേണ്ടി കുറച്ച് വീഡിയോകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കണ്ട പച്ചപ്പിനൊക്കെ ശേഷം എന്താ വാൽപ്പാറ ബോട്ട് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ, അത്യാവശ്യം മഴയുടെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരം വൈകിയാലെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇറങ്ങിയില്ല, അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നതാണ് ഷോളയാർ ഡാമിൻ്റെ ആ ഒരു ഭാഗമാണ് കാണുന്നത്. ഈ യാത്രയുടെ ഇടയിൽ നമ്മൾ മലയണ്ണാനെ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സിംഹക്കലങ്കുരങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ടൊരു ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തേനിങ്ങനെ വെച്ചിട്ട് കൊണ്ട് വിൽക്കുന്നതാണ് ഇവിടെ. ഒരു ബോട്ടിലിന് 400 രൂപയാണ് വരുന്നത്. കണ്ടോ, സിംഹക്കലങ്കുരങ്ങിനെ കണ്ടോ. ഒരു ഭാഗ്യം കൂടി വേണം കേട്ടോ കാട്ടിലോട്ടൊക്കെ പോയിട്ട് ഇതിലൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ എല്ലാവരും പോകുമ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല, അതൊക്കെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ കണ്ടാൽ അത് നിങ്ങളുടെ ഭാഗ്യം. അങ്ങനെ നമ്മളിതാ അവിടെ ഷോളയാർ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഫ്രീ എൻട്രി ആണ്. അപ്പോൾ അവിടെ പോയിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു കേട്ടോ കോട കയറി വന്നത്. അതൊട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ വന്നതായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ ഇത് കണ്ടങ്ങ് ആകെ വണ്ടറടിച്ചിരിക്കുകയാണ്, ഇതെന്താ ഈ സംഭവം എന്ന് പറഞ്ഞിട്ട്. കോട ഇങ്ങനെ കയറി പോകുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ആ മഞ്ഞിൻ്റെ വെള്ളം വീണ് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവർ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കുക. എന്തായാലും അത് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. പെട്ടെന്ന് അങ്ങ് കയറി വന്ന് മൊത്തത്തിലങ്ങ് ആ ഒരു ഇതുപോലെ മാറ്റിക്കളഞ്ഞ്. ഡാമിൽ നിന്ന് പുറത്തോട്ട് വെള്ളം ഒഴുക്കി കളയുന്ന ആ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഡാമിൽ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അങ്ങനെ ഷോളയാർ ഡാമിൻ്റെ കാഴ്ചകളും കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് കേരളത്തിലോട്ടാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കേരളമാണ്, തമിഴ്നാട് കേരള ബോർഡറാണ് കണ്ടോ. അങ്ങനെ 2 മണിയോട് കൂടി നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊരു പാസ് എടുത്തിട്ട് ഇനി 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ വാഴച്ചാൽ ബോർഡർ ക്രോസ് ചെയ്യണം കേട്ടോ. അതിനിടയിൽ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ അടുത്ത് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോവുകയാണ്. ഇത്രയും നേരം നമ്മൾ വന്ന റോഡ് നല്ല അടിപൊളി റോഡായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാടൊക്കെ ആണല്ലോ, ഒന്ന് ഓഫ് റോഡ് യാത്രയും കൂടി നമ്മൾ എൻജോയ് ചെയ്യണ്ടേ. അതിന് വേണ്ടി നല്ല അടിപൊളി മഡ് റോഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വലിയ വണ്ടിക്കാർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. ഈ ബൈക്കുകാരുടെ അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കഷ്ടമാണ്. വണ്ടികളൊക്കെ പോണ സമയത്ത് അതിൻ്റെ ഇടയിൽ 1-2 വണ്ടിക്കാരൊക്കെ അവിടെ വീണിട്ടും ഉണ്ടായിരുന്നു. ഒരു 3 കിലോമീറ്ററോളം റോഡ് ഇതേ അവസ്ഥയിലാണ് കിടക്കുന്നത്. മഴയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൂടെ പോകാമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇതിലൂടെയൊക്കെ പോയി അവിടെ എത്താനായിട്ട് കുറച്ച് താമസിച്ചായിരുന്നു. അതിൻ്റെ ഇടയിൽ മഴയൊക്കെ പെയ്ത് ആകെ അളിവിളിയായി. പിന്നെ നമ്മൾ ആനക്കൂട്ടത്തിനൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാഴച്ചാലെത്തിയപ്പോഴത്തേക്കും സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. ഇത് ചാർപ്പ വെള്ളച്ചാട്ടമാണ്. നല്ല മഴയുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ നിന്ന് മഴയൊക്കെ പെയ്ത് ആ വെള്ളം കുത്തിയടിച്ച് വരുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷെ മഴയില്ലാത്തത് കൊണ്ട് അതും പറ്റിയില്ല. അപ്പോൾ കണ്ടോ, ഞങ്ങൾ വരുന്ന വഴിയിൽ വെച്ചിട്ട് കണ്ട ഒരു ആനക്കുട്ടനാണ്. പിന്നെ അവിടെ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടുള്ള ഈ അടിപൊളി ട്രിപ്പ് നല്ല സൂപ്പറായിട്ട് തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തു. തിരിച്ച് 8 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിരപ്പള്ളിയുടെ ആ ഭാഗത്ത് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയിട്ട് അവിടെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇരുന്ന് അങ്ങനെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി. ഇവിടെ കുളിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോഴാണ് പറഞ്ഞത് അപ്പുറത്ത് ആനക്കൂട്ടൊക്കെ ഇറങ്ങി വന്ന് ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വരാറുണ്ടെന്ന്.
അപ്പോൾ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.